നന്ദിയില്ലാത്ത വ്യാപാരി. ഒരു ബ്രാഹ്മണൻ ജോലിയൊന്നും കിട്ടാതെ അലഞ്ഞങ്ങനെ നടക്കുമ്പോൾ ഒരു കിണർ കണ്ടു. ആ കിണറ്റിനുള്ളിലോ ഒരു കുരങ്ങനും ഒരു പുലിയും ഒരു പാമ്പും ഒരു മനുഷ്യനും വീണ് കിടക്കുകയായിരുന്നു. ബ്രാഹ്മണനെ കണ്ടപ്പോൾ അവർ സഹായിക്കണേ എന്ന് കരഞ്ഞു പറഞ്ഞു. ബ്രാഹ്മണൻ ധർമ്മസങ്കടത്തിലായി. കരയ്ക്ക് കയറ്റിയാൽ പുലിയും പാമ്പും തന്നെ ഉപദ്രവിക്കുമെന്ന് അയാൾ പേടിച്ചു. പക്ഷേ പുലിയും പാമ്പും വാക്കുകൊടുത്തു തങ്ങൾ ഉപദ്രവിക്കില്ലെന്ന്. അങ്ങനെ അവർ 4 പേരെയും അയാൾ കരയ്ക്ക് കയറ്റി. യാത്ര പറഞ്ഞു പോകുമ്പോൾ പുലി പറഞ്ഞു, ഞാൻ കാട്ടിലാണ് താമസം, എന്ത് സഹായം വേണമെങ്കിലും പറഞ്ഞാൽ മതി. പാമ്പ് പറഞ്ഞു, എന്നെ ഒന്ന് ഓർത്താൽ ആ നിമിഷം ഞാൻ നിങ്ങളുടെ അരികിലെത്തും. വല്ല പഴങ്ങളോ ഭക്ഷണമോ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ സഹായിക്കാം. കുരങ്ങനും പറഞ്ഞു. കരയ്ക്ക് കയറ്റിവിട്ട 4-മത്തെയാൾ ഒരു തട്ടാനായിരുന്നു. അയാൾ പറഞ്ഞു, ഒരു ദിവസം നഗരത്തിൽ എൻ്റെ അതിഥിയായി വരണം. എപ്പോൾ വേണമെങ്കിലും എന്ത് സഹായവും ചോദിക്കാം. ബ്രാഹ്മണൻ പിറ്റേ ദിവസം തന്നെ കുരങ്ങനെ കണ്ടു. കുരങ്ങൻ ഒരു കുട്ട പഴം കൊടുത്ത് പുലിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പുലി ഒരു സെറ്റ് സ്വർണ്ണാഭരണങ്ങൾ നൽകി. എൻ്റെ എല്ലാ കഷ്ടപ്പാടും തീർന്നു, ബ്രാഹ്മണൻ കരുതി. ഇനി ഈ സ്വർണം വിറ്റ് എന്നും സുഖമായി കഴിയാം. സ്വർണം വിൽക്കാൻ തട്ടാൻ്റെ അടുത്തെത്തിയ ബ്രാഹ്മണനെ കട്ട മുതൽ വിൽക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് തട്ടാൻ രാജാവിൻ്റെ ഭടന്മാരെ കൊണ്ട് പിടിപ്പിച്ചു. രാജാവ് അയാളെ തുറുങ്കിലടച്ചു. അപ്പോൾ അയാൾ പാമ്പിനെ സ്മരിച്ചു. പാമ്പ് ഉടനെ എത്തി ഒരു ഉപായം പറഞ്ഞുകൊടുത്തു. ഞാൻ റാണിയെ കടിക്കാം. നിങ്ങൾ നെറ്റിയിൽ തലോടിയാൽ മാത്രമേ അവരുടെ വിഷമിറങ്ങൂ. അപ്പോൾ രാജാവ് നിങ്ങളെ വിടും. പാമ്പ് അപ്രകാരം ചെയ്തു. ആ രാജ്യത്തിലെ ആര് ശ്രമിച്ചിട്ടും വിഷമിറങ്ങിയില്ല. ഒടുവിൽ ബ്രാഹ്മണൻ വിഷമിറക്കി കൊടുത്തു. രാജാവ് ബ്രാഹ്മണന് സമ്മാനങ്ങൾ കൈ നിറയെ നൽകി. തട്ടാനെയോ പിടിച്ച് തുറുങ്കിലും ഇട്ടു.